പെൺകുട്ടിയല്ലേ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കടബാധ്യത ഒക്കെ ആയി. പിന്നെ വീട് പണി കഴിഞ്ഞ് എല്ലാം പാടെ ആയപ്പോൾ പിന്നെ അപ്പോൾ വീട് സൗകര്യം കുറവാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു റൂം എടുക്കണം. അപ്പോൾ മോൻ്റെ കല്യാണം നോക്കണം. പ്രവാസ ലോകത്ത് നിന്ന് നിരവധി വാർത്തകളും വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിലെന്ന് പറഞ്ഞ കരള് അലിയിക്കുന്ന തരത്തിലുള്ള പച്ചയായ ജീവിതം പോലും ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോഴും 10ഉം 15ഉം അല്ലെങ്കിൽ 6ഉം 7ഉം വർഷമായിട്ട് നാട്ടിൽ പോകുന്നില്ല. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 4 മക്കളുടെ കല്യാണം കഴിഞ്ഞു, ഇനി മകൻ്റെ കൂടി കല്യാണം കഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. ആ മകന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും തന്ത ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണ്ടൻ തീരുമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. അത് മരമണ്ടൻ തീരുമാനം തന്നെയാണ്. അതായത് അവന് സ്വന്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള ഗതി ഇല്ലെങ്കിൽ അവനെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് എന്തിനാണ് വെറുതെയെങ്കിലും ഒരു പാവം പെണ്ണിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ഈ തന്തയോട് ചോദിക്കാനുള്ളത്. പെൺമക്കളെ ഓക്കെ, അതായത് അവരുടെ കല്യാണവും വീടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ പെൺമക്കളെ കല്യാണം കഴിയും, അത് കഴിഞ്ഞാൽ പ്രസവങ്ങള്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വീട്, അതുപോലെ മകൻ്റെ കല്യാണങ്ങള്, മകൻ്റെ ഭാര്യയുടെ പ്രസവം, പിന്നെ അവർക്കൊരു വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ പൊന്നി ചങ്ങായി 7 വർഷമല്ലേ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുള്ളൂ. ഇനിയൊരു 20 വർഷം കൂടി നിന്ന് കഴിഞ്ഞാലും താങ്കളുടെ ഈ കടങ്ങളും ബാധ്യതകളും തീരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചിന്തിച്ച മരമണ്ടന്മാരായ പ്രവാസികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മക്കള് കൃത്യമായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഒരു പ്രവാസിയുടെ വീഡിയോ കാണാനിടയായി. അദ്ദേഹം 7 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ മക്കളാരോ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തു വിട്ടതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഇതുപോലെയൊക്കെ സ്നേഹിക്കണോ എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അതായത് മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ അവിടെ നിശബ്ദമായി ഇരിക്കുന്ന വേറെ ഒരാളുണ്ട്, ഇയാളുടെ ഭാര്യ. 6-7 വർഷമായിട്ട് ഇദ്ദേഹം ഇവിടെ കിടന്ന് കഷ്ടപ്പെടൽ തന്നെയാണ്. പക്ഷെ എന്നാലും വർഷത്തിൽ ഒരു 2 വർഷം കൂടുമ്പം 1 മാസമെങ്കിലും പോകാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് പ്രവാസിയോട് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇമാതിരി കോത്തായത്തിലെ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ 4 മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു മകൻ പഠിക്കുന്നുണ്ട്. അയാളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ ഇയാളുടെ ഭാരം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കലാണ്. അതായത് ഞാനാണ് പ്രവാസി, ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതാക്കാൻ വേണ്ടി നിന്നവനാണ് എന്നുള്ള തരത്തിൽ. അതൊക്കെ പണ്ടാടോ. ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഇപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാ? അതായത് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിൽ 1 മാസമെങ്കിലും ലീവ് എടുത്ത് പോകുന്നവരാന്ന് ഞാൻ ഇപ്പോഴേ. അങ്ങനെയെങ്കിലും പോകാൻ നോക്ക് എൻ്റെ പൊന്ന് സഹോദര. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, അയാൾ പറയുന്ന കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടാ. പോകാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പെൺകുട്ടിയല്ലേ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കടബാധ്യത ഒക്കെ ആയി. പിന്നെ വീട് പണി കഴിഞ്ഞ് എല്ലാം പാടെ ആയപ്പോൾ പിന്നെ അപ്പോൾ വീട് സൗകര്യം കുറവാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു റൂം എടുക്കണം. അപ്പോൾ മോൻ്റെ കല്യാണം നോക്കണം. പഠിച്ച എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കട്ടെ, എല്ലാവർക്കും തരട്ടെ. അപ്പൊ സന്തോഷാണ് കുട്ടികളെ 5 മക്കളാ സമ്പാദ്യം. 5 മക്കളല്ലേ? ഞാൻ വേറൊരു സമ്പാദ്യം ആഗ്രഹിച്ചിട്ടില്ല. അവരെ ജീവിത സുഖം അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അവര് 4 ആളെയും കെട്ടിച്ചാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. അതായത് മക്കള് മാത്രമാണ് എൻ്റെ സമ്പാദ്യം, ഞാൻ വേറൊരു സമ്പാദ്യം ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോഴും ഇദ്ദേഹത്തോട് എനിക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇതൊന്നും പറയാതെ താങ്കളുടെ ഒരു പാതി അവിടെ നിൽക്കുന്നുണ്ട്. അതായത് മക്കളും മരുമക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടേതായ ജീവിതം കണ്ടെത്തുമ്പോൾ താങ്കളെ പോലെയുള്ള ചില ആൾക്കാർ ഇവിടെ മക്കളെ നശിപ്പിക്കാൻ വരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ആൺചക്കന് ഒരു നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് മോനെ നിന്റെ കാര്യം നീ നോക്കണം എന്ന് പറയുന്നതിന് പകരം ഇദ്ദേഹം ചെയ്യുന്നത് എന്താ? അവന് കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം റെഡിയാക്കി കൊടുക്കണം, അവന് കൂടിയിട്ട് പിന്നെ ഒരു വീടും കൂടി ശരിയാക്കി കൊടുക്കണം. അപ്പോഴേക്ക് അവൻ്റെ മക്കളും പിന്നെ എന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കളൊക്കെ വലുതാകും. അവരുടെയൊക്കെ കല്യാണം പിന്നീട് നടത്തേണ്ടി വരും. നമ്മുടെ നാട്ടിലൊരു സ്വഭാവം ഉള്ളത് എന്ന് പറഞ്ഞാൽ നനഞ്ഞിടം കുഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്.
അതായത് ഇദ്ദേഹത്തിന്റെ 4 മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഈ 4 മക്കളും കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ഉറുപ്പിക കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ആ നാട്ടിൽ പോയിട്ട് നിൽക്കാറുന്നത്. അതുപോലും ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 7 വർഷമായിട്ട് ഈ ബാപ്പയെ ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ വിടുവോ? ഇയാൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇവിടെ ആരും വേറെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാർത്ഥത വേണം. ഇതൊരു മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ സ്വയം ശിക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരിക്കലും ഇദ്ദേഹം പറയുന്നത് പോലെ 4 മക്കളുടെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, മകന്റെ കല്യാണം നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കടബാധ്യതയൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകും. ഈ കടബാധ്യത ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴുള്ള കടബാധ്യത, രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള കടബാധ്യത, മൂന്നാമത്തെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള കടബാധ്യത, 4ാമത്തെ കല്യാണം നടന്നപ്പോഴുള്ള കടബാധ്യത, ഇതൊന്നും പോരാതെ മകനും കൂടിയിട്ട് ഇനി കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഈ സഹോദരൻ പറയുന്നത്. അയാളുടെ വീട്ടിലുള്ള ഒരാൾക്ക് പോലും ഇയാളെ കൊണ്ടുപോകണമെന്നില്ല. അതുമാത്രവുമല്ല, ഇയാളുടെ മക്കളുടെ കെട്ടിയോമാർ വരെ ചിലപ്പോൾ പറയുന്ന ഇതായിരിക്കും, എന്താവശ്യമുണ്ടെങ്കിൽ നിന്റെ ബാപ്പയെ വിളിച്ചാൽ മതി, അദ്ദേഹം അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭാര്യ കൂട്ടുമല്ലേ. 6-7 വർഷമായിട്ട് നാട്ടിൽ വരാതെ പൈസ, സർവീസ് ചാർജ് വരെ അയാളുടെ കയ്യിലുണ്ടാകും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കൂട്ടുകയല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അയാളോട് പറഞ്ഞാൽ മതി, അങ്ങേരെ നടത്തി തരും. ഇത് ശീലമാക്കിയ ഒരു കൂട്ടം മക്കളുടെ ഭർത്താക്കന്മാരും ഉണ്ട്. പറയാതെ വയ്യ, നല്ല രീതിയിൽ കുഴിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനധികം പറയുന്നത്, എനിക്ക് പണ്ടൊരു പരിചയമുള്ളൊരു ഒരു കാക്കയുണ്ട്. ആകെ അയാൾക്ക് എന്ന് പറഞ്ഞാൽ 9,000 ഉറുപ്പിക സാലറി, ഇന്ത്യൻ മണിയായിരുന്നു. അതിൻ്റെ അകത്ത് 5,000 രൂപ ഇദ്ദേഹം ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. 3,000 രൂപ അയച്ചു കൊടുക്കുന്നത് കെട്ടിച്ചു വിട്ട മകൾക്കാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ പുയ്യാപ്പിളയാണെങ്കിൽ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ തന്നെയുണ്ട്. എന്നിട്ടും ഇയാൾ 3,000 രൂപ, ഇയാളുടെ 3,000 രൂപക്ക് വേണ്ടിയിട്ട് ആ മകള് കാത്തിരിക്കും എന്നുള്ളതാണ്. എന്തൊരു മനുഷ്യന്മാരാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. സംഭവം ശരിയാണ്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സെൽഫിഷ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും കുഴിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ എന്താണ് പറയേണ്ടത്? 7 വർഷമായിട്ട് ഇയാൾ നാട്ടിൽ പോയിട്ടില്ല. ഇദ്ദേഹം തന്നെയാണ് പറയുന്നത്, 7 വർഷമായിട്ട് ഇദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല. ഏതെങ്കിലും ഒരു മക്കൾക്ക് വിചാരമുണ്ടോ? ഏതെങ്കിലും ഒരു മക്കൾ പറയുന്നുണ്ടോ നിങ്ങൾ നാട്ടിൽ വരി, ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് നോക്കാമെന്ന് പറയുന്നുണ്ടോ? ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ മക്കൾ എൻ്റെ സ്വത്താണ്, മക്കളാണ് എൻ്റെ സ്വത്ത് എന്നൊക്കെ ഇയാൾ പറയുന്നത്. അതൊക്കെ പണ്ടാണ്, ഇപ്പോഴിങ്ങനെയൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ ജനറേഷൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഇപ്പം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സമാധാനവും സന്തോഷവും. ഇദ്ദേഹം ഇപ്പോഴും 7 വർഷമായിട്ട് നീറി ജീവിക്കുന്നത്, ഒരു 2 വർഷമൊക്കെ കൂടുമ്പോൾ 1 മാസം നാട്ടിലേക്ക് പോയിട്ടൊന്ന് തിരിച്ചു വരിക, അങ്ങനെ വന്നിട്ടൊന്ന് റീഫ്രഷ് ആവുക. ഇതും ആ പൈസയും കൂടി നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരങ്ങൾ ഏടിയെത്തൂല. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളിവിടെ നിങ്ങളെ ജോലിയില്ല. ഇങ്ങനെ ഇപ്പം നാളെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് ജീവിക്കൂലേ ആൾക്കാർ? ഇവിടെ പല ആൾക്കാരും പറയുന്നതാണ്, അയ്യോ നാളെ എന്ത് ചെയ്യും. ഒരു തേങ്ങാക്കൊലിയില്ല ഇവിടെ, ഒരു തേങ്ങാക്കൊലിയില്ല. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. നമ്മൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മുടെ തലയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുക. എന്നിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി സൈഡിൽ പോയിട്ട് കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, മക്കളെ കല്യാണത്തിന് പോയിട്ടില്ല, 4 മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കടക്കാരനായി. ഈ 4 മക്കളുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരുന്ന അറിയില്ലേ? ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കാനായതൊന്നുമല്ല. മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള വിഷമം ഉണ്ടാവും, അത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരു മാതിരി ഇതുപോലെ ജീവിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് വളരെ മോശമായ ജീവിതം തന്നെയാണ്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊന്നും നമുക്ക് അങ്ങോട്ട് ഇത് എന്താ പറയണ്ടത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നാട്ടിൽ കിടന്നിട്ട് വീട് വെക്കുന്നില്ലേ, കല്യാണം കഴിപ്പിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ വിചാരം എന്തോ ഞാൻ അങ്ങ് മൊത്തത്തിൽ ഒരു കറവപ്പശുവായിട്ട് അങ്ങ് മാറണം, ഫുൾ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ് എന്നുള്ള തരത്തിൽ. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.